CPI ജില്ലാ സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. MLA ഇറങ്ങിപ്പോയത് ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായതായി പരാതി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറിനെയാണ് കാണാതായത്. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യതക്കുറവ്. തൃശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടവരുമായി ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസ് സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരന് പരിക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തിരുവിലാമല വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. 4 ദിവസമായി ഇരിങ്ങാലക്കുടയിൽ നടന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനമാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയ CC മുകുന്ദൻ MLA സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉൾപ്പെടെ 57 അംഗ കൌൺസിൽ അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. കൌൺസിൽ അംഗങ്ങളിൽ 7 പേർ വനിതകളാണ്. 50 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. നാട്ടിക MLA CC മുകുന്ദനെ ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ ഇറങ്ങിപ്പോയി. CPIക്കാരനായി തുടരുമെന്ന് CC മുകുന്ദൻ പറഞ്ഞു. 4 ദിവസമായി ഇരിങ്ങാലക്കുടയിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിസ്റ്റ് ശൈലിയില്ല എന്ന രീതിയിലുള്ള കടുത്ത പരാമർശങ്ങളും ചർച്ചകളിലുണ്ടായി. K. രാജൻ ഒഴികെയുള്ള CPI മന്ത്രിമാരെയും പ്രതിനിധികൾ വിമർശിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടും തിരുത്തേണ്ടത് തിരുത്തിയും മുന്നോട്ടു പോകുമെന്ന് നേതൃത്വം മറുപടി നൽകി. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് KG ശിവാനന്ദന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചതെങ്കിലും എതിർപ്പുയർന്നിരുന്നു. VS സുനിൽകുമാർ, TR രമേഷ് കുമാർ എന്നിവരെ ആരെയെങ്കിലും പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ഒടുവിൽ KG ശിവാനന്ദന്റെ പേരിൽ സമവായമാവുകയായിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വിദ്യാർത്ഥി യുവജന രംഗത്തെ സമ്പന്നമായ പ്രവർത്തന പാരമ്പര്യവുമായാണ് KG ശിവാനന്ദൻ CPIയുടെ തൃശൂർ ജില്ലയിലെ അമരക്കാരനാവുന്നത്. തൊഴിലാളി സംഘടനാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ശിവാനന്ദൻ എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ KG ശിവാനന്ദൻ ബാലവേദി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ശ്രദ്ധേയമായ തൊഴിലല്ലെങ്കിൽ ജയിൽ പ്രക്ഷോഭകാലം മുതൽ സമരരംഗത്ത് സജീവമായിരുന്നു. AIYF കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്കുള്ള കാൽനട മാർച്ചിന്റെ ക്യാപ്റ്റനായിരുന്നു. നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും നയിക്കുകയും ചെയ്തു. ഓഹരി വിൽപ്പന നടത്തിയപ്പോൾ മോഡേൺ ബ്രെഡ് കമ്പനിയിലേക്ക് നടത്തിയ ശ്രദ്ധേയമായ സമരത്തിന് നേതൃത്വം നൽകി. സമരമുഖത്ത് വെച്ച് പലതവണ പോലീസ് മർദ്ദനത്തിനിരയായി. ജയിൽവാസവും അനുഷ്ഠിച്ചു. 2 ഘട്ടങ്ങളിൽ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറിയായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൌൺസിൽ അംഗവുമാണ്. 2 തവണ CPI ദേശീയ കൌൺസിലിലും അംഗമായിരുന്നു. ഇപ്പോൾ AITUC ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. 3 ഗ്രന്ഥങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കുട്ടംകുളം സമരത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന് CPI ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം. കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന സമരങ്ങളിൽ സുപ്രധാനമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്ന കുട്ടംകുളം സമരമെന്ന് പ്രമേയം പറയുന്നു. അനാചാരങ്ങൾക്കെതിരെ കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SNDP യോഗവും പുലയ മഹാസഭയും ഒന്നിച്ചു നടത്തിയ മുന്നേറ്റമായിരുന്നു അത്. കുട്ടംകുളം സമരസേനാനികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി രാഷ്ട്രം അംഗീകരിച്ചു. എന്നാൽ ഇരിങ്ങാലക്കുടയിൽ നടന്ന ഐതിഹാസികമായ സമരത്തിന് ഉചിതമായ ഒരു സ്മാരകവും ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇടതുമുന്നണി സർക്കാർ അതിന് മുൻകൈ എടുക്കണമെന്ന് CPI തൃശൂർ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. C. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവും സർക്കാരും ജനങ്ങളുടെ കൂടെയുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ
ഒരു ഉദാഹരണമാണ് സദാനന്ദ മാഷ്. ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് BJP അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ അത് രാജ്യം ചർച്ച ചെയ്യും. ജനങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ ഒരു സന്ദേശം പോകും. മാത്രമല്ല, കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ഈ പീഡനങ്ങളെല്ലാം ഏറ്റ സാധാരണ പ്രവർത്തകർക്ക് ഉള്ളൊരു മെസ്സേജാണ്. അത് പാർട്ടി നിങ്ങളുടെ കൂടെയുണ്ട്, സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്, രാഷ്ട്രം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത പ്രധാനമന്ത്രിയെ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നടന്ന പാദപൂജ വിവാദവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഒഴിഞ്ഞുമാറി. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായതായി പരാതി. താമരയൂർ പൊങ്ങണം വീട്ടിൽ ഫർസീൻ ഗഫൂറിനെയാണ് കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയത്. പൂനെയിലെ ആർമി മെഡിക്കൽ കോളേജിലാണ് ഫർസീൻ ജോലി ചെയ്തിരുന്നത്. ബറേലിയിലേക്ക് പോകാൻ 9-നാണ് ബാന്ദ്രയിൽ നിന്ന് രാംനഗർ എക്സ്പ്രസ് ട്രെയിനിൽ കയറിയത്. 10-ാം തീയതി രാത്രി 10:30-യോടെ ഭാര്യയെയാണ് അവസാനമായി ഫോണിൽ വിളിച്ചത്. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാനായില്ലെന്ന് സഹോദരൻ സാജിദ് പറഞ്ഞു. വ്യാഴാഴ്ച നൈറ്റ് ലാസ്റ്റ് ഒരു അറൌണ്ട് 10:30 കൂടിയിട്ടാണ് ലാസ്റ്റ് കോൾ ചെയ്തിട്ടുള്ളത്. അത് അവന്റെ വൈഫിനാണ് ലാസ്റ്റ് കോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇസത്ത് നഗറിൽ ഏർലി മോർണിംഗ് ഒരു അറൌണ്ട് 5:10 ഒക്കെ ആകുമ്പോൾ ട്രെയിന് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞ് അതിന്റെ ഒരു ടവർ ലൊക്കേഷനിലാണ് ലാസ്റ്റ് ഈ ഫർസീന്റെ മൊബൈൽ ലാസ്റ്റ് ആക്ടിവേറ്റ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷം പോലും പുള്ളിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ എന്താ ചെയ്യണത് നമുക്ക് ഒരു പിടുത്തം കിട്ടണില്ല. നമ്മൾ പോലീസിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, MLA കണ്ടിട്ടുണ്ട്, പിന്നെ MP കണ്ടിട്ടുണ്ട്. കാണേണ്ടവരെല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് കഴിയാവുന്ന തരത്തിൽ മാക്സിമം ഇവിടുന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പോലീസ് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ നമുക്കറിയില്ല. പിന്നെ ആർമഡ് ഫോഴ്സസ് ഉണ്ട്, അവിടുന്ന് ആർമിക്കാരൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ബറേലിക്ക് ടിക്കറ്റ് കിട്ടാത്തതിനാൽ തൊട്ടടുത്തുള്ള ഇസത്ത് നഗറിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇസത്ത് നഗറിലെ ടവർ ലൊക്കേഷനാണ് അവസാനമായി കാണിച്ചത്. പരിശീലന സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. 3 മാസം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്നത്. വിവാഹിതനാണ്. പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക തലത്തിലും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സുഹൃത്തും ഹവിൽദാറുമായ മുഹസിൻ പറഞ്ഞു. അവന്റെ സഹോദരൻ ഫൈമും വേറൊരു ഫ്രണ്ടും കൂടിയിട്ട് അവിടെ പോയിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആർമിയുടെ ഇതിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ അവര് ത്രൂ ക്യാമറയിലും ഇതിലെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ ക്യാമറയിലും അവിടെ കടകളിലുള്ള ക്യാമറകളിലും ഒക്കെ ഫോട്ടോ ഒക്കെ ആയിട്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഫർസനെ തിരഞ്ഞ് ബറേലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബഹ്റൈനിലുള്ള സഹോദരനും ബന്ധുവും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ NK അക്ബർ MLAയ്ക്കും സ്ഥലം MP-യായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പരാതി നൽകിയിട്ടുണ്ട്. MLA ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പരാതി നൽകി. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യതക്കുറവ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും കൂടാതെ 8 വർഷത്തിനു ശേഷം ഗജപൂജ വിപുലമായി സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടക്കുന്നത്. ഇതിനൊപ്പം ആനയൂട്ടിനും ഭക്തർക്കുള്ള പ്രസാദം തയ്യാറാക്കാനും എല്ലാം കൂടി ആകെ 12008 നാളികേരമാണ് ആവശ്യമായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇതിനെല്ലാം ആവശ്യമായ നാളികേരം ഭക്തർ സമർപ്പിക്കുമായിരുന്നു. പോരാതെ വരുന്നത് പിന്നീട് ശേഖരിക്കുകയുമായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി നാളികേരത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ ലഭ്യത കുറഞ്ഞു. പോരാത്തതിന് പുതിയ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾക്ക് ഒരുക്കങ്ങൾക്കാവശ്യമായ സമയം ലഭിക്കാത്തതും പ്രതിസന്ധിയായി മാറി. എന്നിരുന്നാലും ഇതുവരെ 5000-ഓളം നാളികേരം ഭക്തരുടെ സമർപ്പണത്തിലൂടെ ലഭിച്ചു. 4 ദിവസങ്ങൾക്കപ്പുറം നടക്കുന്ന ആനയൂട്ടിനായി ഇനിയും വേണം 7000-ഓളം നാളികേരം. അടുത്ത ദിവസങ്ങളിൽ ഇത് ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് സമിതിക്കുള്ളത്. ഇപ്പോൾ നാളികേരത്തിൻ്റെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കേരളത്തിൽ നാളികേരം പൊതുവെ കുറവാണ് കിട്ടുന്നത്. ഉള്ള തെങ്ങിൽ തന്നെ നാളികേരം കുറവാണ്. അപ്പോൾ 10 നാളികേരം ഒക്കെ കൊണ്ടുവന്നിരുന്ന വീട്ടുകാർ ഇപ്പോൾ 3-4 നാളികേരത്തിൽ ചുരുക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി 6000-ഓളം നാളികേരം വന്നിട്ടുണ്ട്, ടോട്ടലായിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. ബാക്കിലൂടെ കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം വലിയ തുകയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാകും സംഘാടകർ. ഇതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹായവും തേടും. അതേസമയം ലഭ്യമായ നാളികേരങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കി തുടങ്ങി. ദേവസ്വവും പോലീസും എല്ലാവരുമായി ഏകോപിപ്പിച്ച് മറ്റൊരുക്കങ്ങളും മുന്നോട്ടു പോവുകയാണ്.
പർച്ചേസുകളും സാധനങ്ങളെല്ലാം നമ്മളെല്ലാം ഓർഡറുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം 15 കൂടി തന്നെ നമ്മുടെ ഇവിടെ എത്തും. പിന്നെ ആനകളാണെങ്കിൽ ഒരു 50 ആനകളോളം ഇപ്പോൾ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. സമയക്കുറവുണ്ടെങ്കിലും നമുക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർക്കാരുടെ സ്വന്തം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇവന്റ് ആണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വലിയ വിജയമായിരിക്കും, വലിയ രീതിയിലുള്ള ആളുകൾ എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. വ്യാഴാഴ്ച നടക്കുന്ന ആനയൂട്ടിൽ 60-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗജപൂജയ്ക്കും ആനയൂട്ടിനുമായി ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഗജവീരന്മാരുടെ വരവിനായി കാത്തിരിക്കുകയാണ് പൂരനഗരി. ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അബ്ജിത് തലച്ചറ, TCV. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടവരുമായി പോകുകയായിരുന്ന ആംബുലൻസ് സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. അപകടത്തിനിടയാക്കിയ ആംബുലൻസിൽ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ചത്. തളിക്കുളത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റവരുമായി വരികയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നത്തങ്ങാടി ബാറിന് സമീപം അരിമ്പൂർ സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരൻ അശ്രദ്ധമായി ആംബുലൻസിന് മുന്നിലേക്ക് വാഹനം ഓടിച്ചുവന്നതാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തെ തുടർന്ന് ആംബുലൻസ് നിർത്താതെ പോയിട്ടില്ലെന്നും ആംബുലൻസിൽ 3 പേർ ഉണ്ടായിരുന്നതിനാലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം മറ്റൊരു ആംബുലൻസ് ഏർപ്പാടാക്കി തങ്ങൾ പോയതെന്ന് അപകടത്തിനിടയാക്കിയ ആംബുലൻസിന്റെ ഉടമ പറഞ്ഞു. വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തിരുവില്വാമല ടൗൺ ചുങ്കം സെന്ററിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. ചുങ്കം സെന്ററിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കും പോകുന്ന പ്രധാന വഴിയാണിത്. പറക്കോട്ടുകാവ് കൃഷിഭവൻ, ആയുർവേദ ഹോമിയോ ആശുപത്രികൾ, മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ഈ റോഡ് തന്നെ ആശ്രയം. കൂടാതെ KSEB ഓഫീസ്, സ്വകാര്യ സ്കൂൾ, ഗ്രാമീണ വായനശാല എന്നിവിടങ്ങളിലേക്കുള്ള പാതയും ഇതുതന്നെയാണ്. ബസ് സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും എല്ലാം സംഗമിക്കുന്ന റോഡ് നിറയെ കുഴികൾ രൂപപ്പെട്ട് യാത്ര ദുഷ്കരമാണ്. മഴ പെയ്താൽ റോഡേത് കുഴിയേത് എന്നറിയാതെ വാഹനയാത്രക്കാർ നട്ടം തിരിയുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതാണ് റോഡ് തകർച്ച തുടർക്കഥയാകാൻ കാരണം. കർക്കിടക മാസം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നാലമ്പല ദർശനത്തിനായി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, തിരുവില്ലാമല. നിപ രോഗത്തിൽ തൃശൂർ അടക്കം 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിപ ലക്ഷണങ്ങളോടുകൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. പാലക്കാട് വീണ്ടും നിപ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കീം പരീക്ഷാഫലം വിഷയത്തിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ കോലം കത്തിച്ചു. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നടുവിലാൽ ജംഗ്ഷനിൽ സമാപിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, ജില്ലാ സെക്രട്ടറിമാരായ ജോയൽ എബ്രഹാം, സൗരവ് സുരേഷ്, വിൽഫ്രഡ് അക്കര, റാഫി ഡേവിസ്, ലോ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ പത്തനാപുരം എന്നിവർ നേതൃത്വം നൽകി. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ 3 ദിവസമായി നടന്നുവന്ന ദേശീയ താളവാദ്യോത്സവം സമാപിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ വിവിധ വേദികളിലായി
തത്തിന്തകത്വം എന്ന പേരിൽ ഉസ്താദ് സാക്കിർ ഹുസൈനുള്ള സ്മരണാഞ്ജലിയായി നടന്ന താളവാദ്യോത്സവത്തിന്റെ സമാപന ദിവസം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളം, കല്ലൂർ രാമൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച തായമ്പക, ചോറ്റാനിക്കര വിജയനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം, തദ്ദേശീയ താളങ്ങൾ തുടങ്ങിയവ അരങ്ങേറി. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം പരിസരവാസികൾ നടത്തുന്ന റിലേ നിരാഹാര സമരം 7 ദിവസം പിന്നിട്ടു. എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യം ഒഴുക്കി പരിസരത്തുള്ള കിണറുകളിലെ ശുദ്ധജലം മലിനപ്പെടുന്നതായി ആരോപിച്ചാണ് സമരം. ജനകീയ കുടിവെള്ള സംരക്ഷണ വേദിയുടെ സമരത്തിന് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജനറൽ സെക്രട്ടറി VC രമേശ്, നഗരസഭാ കൌൺസിലർ വിജയകുമാരി അനിലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും മറ്റും സർവീസ് ചെയ്തു വരുന്ന സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ പണ്ടാരത്തിൽ വീട്ടിൽ സാലി, ആദിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കൊണ്ടുവന്ന പെട്ടിയോട്ടോ വേഗം അറ്റകുറ്റപ്പണി ചെയ്ത് തരണമെന്നാവശ്യപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ കിഴക്കേനട മഞ്ജുലാലിന് സമീപത്തെ ട്രാൻസ്ഫോർമറിൽ കയറി സാഹസത്തിന് മുതിർന്ന മധ്യവയസ്കൻ ഷോക്കേറ്റ് തെറിച്ചു വീണു. ട്രാൻസ്ഫോർമറിൽ 30 അടിയോളം ഉയരത്തിൽ കയറിയ ഇയാൾ കാല് താഴേക്കിട്ട് 5 മിനിറ്റോളം ഇരുന്നു. ആളുകൾ കൂടി ബഹളമായതോടെ എണീറ്റു നിന്നു. ഇതിനിടയിൽ വൈദ്യുതി ലൈനിൽ തട്ടി താഴേക്ക് വീഴുകയായിരുന്നു. പോലീസ് എത്തി ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രമേശ് എന്നാണ് ആശുപത്രിയിൽ പേര് നൽകിയിട്ടുള്ളത്. തെലുങ്ക് നടൻ ശ്രീനിവാസ റാവു അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സിനിമ, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ എക്കാലവും തിളങ്ങി നിന്നിരുന്ന പ്രതിഭയാണ് ശ്രീനിവാസ റാവു. 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ സ്വഭാവ നടനായും ഹാസ്യതാരമായും വില്ലനായും തിളങ്ങിയ അതുല്യ പ്രതിഭയാണ് കോട്ട ശ്രീനിവാസ റാവു. 1978 പ്രണം ബരീദു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെത്തുന്നത്. തെലുങ്കിനു പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ചിത്രങ്ങളിലും ശ്രീനിവാസ റാവു അഭിനയിച്ചിട്ടുണ്ട്. സ്വാമി തിരുപ്പാച്ചി, കോ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. മമ്മൂട്ടി ചിത്രമായ ദി ട്രെയിനാണ് ശ്രീനിവാസ റാവു മലയാളത്തിൽ അഭിനയിച്ച ചിത്രം. 700-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. സിനിമാ മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്ക് 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1999 വിജയവാഡ ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് BJP MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ കടലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മലപ്പുറം താനൂർ എടക്കടപ്പുര കമ്മക്കാന്റെ വീട്ടിൽ ഷാജഹാന്റെ മകൻ 17 വയസ്സുള്ള ജുറൈജാണ് മരിച്ചത്. കഴിഞ്ഞ 9-ാം തീയതി കടലുണ്ടിപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിലാണ് ജുറൈജ് ഒഴുക്കിൽപ്പെട്ടത്. വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. കരയിൽ നിന്നും 18 കിലോമീറ്റർ അകലെ കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
സംഘടിത കുറ്റവാളികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസ് ഓപ്പറേഷൻ സിൻഡിക്കേറ്റ് എന്ന പേരിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 12 പേരെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലുള്ള 8 പോലീസ് സ്റ്റേഷനുകളിലായി 10 വർഷത്തിനിടയിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള 41ഓളം സംഘടിത കുറ്റവാളികളുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പ്രതിയിൽ നിന്നും 308.25 ഗ്രാം കഞ്ചാവും, നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പ്രതിയിൽ നിന്നും 2 വെടിയുണ്ടകളും കണ്ടെടുത്തു. പരിശോധനയുടെ ഭാഗമായി 12 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ 6 പ്രതികളെ റിമാൻഡ് ചെയ്തു. നന്മയുടെ ലഹരിയായി തലയുയർത്തി നിൽക്കുകയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ലഹരിമുക്ത കേന്ദ്രം. എക്സൈസും ആരോഗ്യവകുപ്പും അക്ഷീണ പ്രവർത്തനവുമായി മുന്നേറുന്ന ഈ കേന്ദ്രം ഒട്ടേറെ പേർക്കാണ് ജീവിതത്തിന്റെ പുതുവാതിൽ തുറന്നത്. 2018 കേന്ദ്രത്തിന് തുടക്കമിട്ടത്. തൃശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ നിന്നും 15,913 പേർ ഇതിനകം OPയിൽ ചികിത്സ തേടി. 1000-ഓളം ആളുകൾ കിടത്തി ചികിത്സയ്ക്കും വിധേയരായി. ഇതിൽ 70% പേർ ലഹരിയോട് വിട പറഞ്ഞു. മാനസികാരോഗ്യ വിദഗ്ധൻ, മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർ, നഴ്സിംഗ് ഓഫീസേഴ്സ്, മികച്ച സെക്യൂരിറ്റി വിഭാഗം എന്നിവർ ഒന്നിക്കുന്ന ടീമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. നൂതനമായ വിവിധ കൌൺസിലിംഗ് ചികിത്സാ രീതികൾ ഇവിടെ സൗജന്യമായി ലഭിക്കുന്നു. യുവതലമുറയെ കാർന്നു തിന്നുന്ന രാസലഹരി ഉപയോഗത്തെയും ചെറുക്കാൻ സാധിക്കുന്നുവെന്നാണ് ദൗത്യസംഘം അവകാശപ്പെടുന്നത്. ആശുപത്രിയിലെ തന്നെ നിലവിലുള്ള ഒരു വാർഡിനെ വിപുലീകരിച്ചുകൊണ്ട് നവീകരിച്ചു. ഈ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലൂടെ നമ്മൾ കിടത്തി ചികിത്സാ സൗകര്യവും കൂടാതെ കൗൺസിലിംഗ് സൗകര്യങ്ങൾ, OP വഴി നൽകുന്ന സേവനങ്ങൾ ഇതെല്ലാം തന്നെ നൽകുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ പിടിയിലായവർക്ക് ദീർഘകാല ചികിത്സ ആവശ്യമെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഉൾപ്പെടെ മാനസിക, ശാരീരിക, കായിക ഉല്ലാസത്തിനു വേണ്ടി ആധുനിക സൗകര്യം ഏർപ്പെടുത്തുമെന്ന് എക്സൈസ് റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ KK രാജു പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഡി അഡിക്ഷൻ സെന്ററാണ് ചാലക്കുടിയിലുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതാണ്. അവിടെ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ചികിത്സയ്ക്ക് വരികയും അതിനോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ സൗജന്യ ചികിത്സ ഉറപ്പുവരുന്നത്. ജില്ലയിൽ തന്നെ മികച്ച കൗൺസിലേഴ്സ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർമാർ, അതുപോലെ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് എന്നിവരുടെ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഇനിയും ഒരുപാട് പേരെ ജീവിതത്തിന്റെ വസന്തകാലത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ അക്ഷീണം മുന്നേറുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ. അതിന് താങ്ങാവുന്നത് ജീവനക്കാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയും സന്നദ്ധ സംഘടനകളുടെ കൈത്താങ്ങുമാണ്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ ജില്ലാ കോൾ കർഷക പ്രതിനിധികളുടെ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അജീത് ഘോഷ്, ജോർജ്, അനീഷ് ഇയാൽ, ബിജോയ് തോമസ്, കോൾപ്പറവ് പ്രതിനിധികളായ പ്രസാദ്, സുഗതൻ, CS സുനിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് BJP നിയോഗിച്ച 3-അംഗ സമിതി കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തി കർഷകരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. തുടർന്നാണ് കേന്ദ്രമന്ത്രി കർഷകരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത്. എടുത്തിട്ട് അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി അവരുടെ അനുമതി വേണം. ബസ്സുകൾ കയറാത്ത ഒരു ബസ് സ്റ്റാൻഡുണ്ട് തിരുവല്ലാമലയിൽ. ചരിത്രപ്രസിദ്ധമായ വില്വാദ്രിനാഥ ക്ഷേത്ര പരിസരത്തുള്ള ബസ് സ്റ്റാൻഡാണ് പണി തീർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനാഥമായി കിടക്കുന്നത്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെയും തെരുവുനായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമാണ് ഇപ്പോൾ തിരുവില്ലാമല ബസ് സ്റ്റാൻഡ്. സാമൂഹിക വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും വിഹാര കേന്ദ്രമായി ഇവിടം മാറി. ബസ്സുകൾ പാർക്ക് ചെയ്യാനും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ബസ്സുകളൊന്നും ഈ സ്റ്റാൻഡിലേക്ക് വരുന്നില്ല. ഗതാഗത വകുപ്പിന് നാട്ടുകാർ ആദ്യം പരാതി നൽകി. നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടും പരാതി കൊടുത്തു. യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ തിരുവില്ലാമല പഞ്ചായത്ത് വെച്ച വാട്ടർ ATM മദ്യപാന സംഘങ്ങൾക്ക് മാത്രമാണ് പ്രയോജനമായതെന്നും ആക്ഷേപമുണ്ട്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് സൗകര്യത്തിനായി ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല.
ABVP തൃശൂർ മഹാനഗറിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി റാലി സംഘടിപ്പിച്ചു. ABVP സ്ഥാപക ദിനത്തിന്റെയും ദേശീയ വിദ്യാർത്ഥി ദിനാചരണത്തിന്റെയും ഭാഗമായാണ് റാലി നടത്തിയത്. തുടർന്ന് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന യോഗം ABVP ദേശീയ വൈസ് പ്രസിഡന്റ് നാഗലിംഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. അശ്വതി അധ്യക്ഷത വഹിച്ചു. ABVP തൃശൂർ മഹാനഗർ പ്രസിഡന്റ് പ്രണവ്, സെക്രട്ടറി ദേവദത്ത്, സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഇവിടെ മലയാളം പഠിച്ചതുപോലെ അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് സംഘടന 1948 തുടങ്ങി. കൊൽക്കത്ത സ്വദേശിയായ ഇയാറിന്റെ പ്രഭാത ഭക്ഷണത്തിന് പത്തരമാറ്റ് കേരള രുചിയെന്ന് നാട്ടുകാർ. പെരുമ്പിലാവിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇയാർ രുചിപ്പെരുമ തീർക്കുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങും ഇയാറിന്റെ പ്രഭാത ഭക്ഷണ വണ്ടിയോട്ടം. സ്കൂട്ടറിൽ ഘടിപ്പിച്ച ചെറിയ ഹാൻഡ് മൈക്കിൽ പൊറോട്ട, വെള്ളയപ്പം, ഇഡ്ഡലി, നൂൽപുട്ട്, കടലക്കറി, മുട്ടക്കറി, സമൂസ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ സ്വന്തം ശബ്ദത്തിലുള്ള വിളിച്ചുപറയൽ നാട്ടുകാർക്ക് സുപരിചിതമാണ്. ഹോട്ടലിനേക്കാൾ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത്. ഭക്ഷണം വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുകയും ചെയ്യും. ഇയാൾ കൊൽക്കത്തയിൽ നിന്നും കുടുംബവുമായി കേരളത്തിലെത്തിയിട്ട് 12 വർഷത്തോളമായി. പൊറുവൂർ ചീനിത്തുറ പാടശേഖരത്തിന് സമീപം 3 സെന്റിൽ മക്കളും ഭാര്യയോടൊപ്പവുമാണ് താമസം. കേരളത്തിലെത്തിയ സമയം മരം കയറ്റ് തൊഴിലാളിയായിരുന്നു. എന്നാൽ 2 വർഷം മുൻപ് ജോലിക്കിടയിൽ മരത്തിൽ നിന്നും വീണ് 6 മാസത്തോളം തൊഴിലിന് പോകാൻ കഴിയാതെ വീട്ടിൽ കിടപ്പിലായിരുന്നു. പിന്നീട് മരം കയറൽ ജോലി ഉപേക്ഷിച്ചാണ് ഭാര്യയുടെ സഹായത്തോടെ വീട്ടിൽ പലഹാരങ്ങളും കറികളും ഉണ്ടാക്കി വിൽപ്പന തുടങ്ങിയത്. ഇയാറിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കണ്ടറിഞ്ഞ നാട്ടുകാർ പുതിയ കച്ചവടത്തിന് പ്രോത്സാഹനവും പിന്തുണയും നൽകി വരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം തൃശൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി T. സുധാകരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം തൃശൂർ ഏരിയ പ്രസിഡന്റ് സുരേന്ദ്രൻ ചീരോത്ത്, ഏരിയ സെക്രട്ടറി സുരേഷ് ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി KA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംശയിക്കും. ദ്രോഹിക്കാവുന്ന തരത്തിൽ ജനങ്ങളിലും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ 3.5 പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മെഗാ മൺസൂൺ ഓഫറും വെഡ്ഡിംഗ് ജ്വല്ലറി എക്സ്പോയും ആരംഭിച്ചു. തൃശൂർ പുത്തൻപള്ളിക്ക് പിൻവശം എരിഞ്ഞേരി അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് പരിശുദ്ധിയുടെ പൊൻതിളക്കവുമായി മെഗാ മൺസൂൺ ഓഫറും വെഡ്ഡിംഗ് ജ്വല്ലറി എക്സ്പോയും ആരംഭിച്ചത്. സീനിയർ ആർട്ടിസ്റ്റ് റിനി ആൻഡ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ ജസ്റ്റിൻ അഗസ്റ്റിൻ, ക്രൈസ്റ്റ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ പാലിയക്കര, മാനേജർ ധനേഷ് മഠത്തിൽ, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ മനോജ് പോൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദിനംതോറും ഉയരുന്ന സ്വർണ്ണവിലയെ ഭയക്കാതെ മെഗാ മൺസൂൺ ഓഫറിന്റെ ഭാഗമായി ജൂലൈ 13 മുതൽ 1 പവൻ സ്വർണത്തിന് 999 രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. വെഡ്ഡിംഗ് ജ്വല്ലറി എക്സ്പോയുടെ ഭാഗമായി 5 പവൻ മുതലുള്ള വിവാഹാഭരണങ്ങളുടെ പ്രദർശനവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. പുതുപുത്തൻ ഡിസൈനുകളുടെ നവീനമായ കളക്ഷനുകൾ, ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ, ഓരോ പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങൾ, മികച്ച വിൽപ്പനാനന്തര സേവനം എന്നിവയ്ക്ക് പുറമെ വിസിറ്റ് ആൻഡ് വിൻ പദ്ധതിയിലൂടെ ഷോറൂം സന്ദർശിച്ച് നറുക്കെടുപ്പിലൂടെ വിലയേറിയ സമ്മാനങ്ങളും ഡിസ്കൗണ്ട് കൂപ്പണുകളും കരസ്ഥമാക്കാനുള്ള സുവർണാവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9061250916, 7902444250 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. CPI ജില്ലാ സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. MLA ഇറങ്ങിപ്പോയത് ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായതായി പരാതി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറിനെയാണ് കാണാതായത്. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യതക്കുറവ്.
തൃശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടവരുമായി ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസ് സ്കൂട്ടറിടിച്ച് യാത്രക്കാരന് പരിക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. തിരുവില്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.